സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, യുദ്ധത്തിൻ്റെ ചിത്രം ഇപ്പോൾ നമ്മൾ വന്ന് കാണുന്നത് എങ്ങനെയെങ്കിലും യുദ്ധമൊന്ന് അവസാനിച്ചാൽ മതി എന്ന രീതിയിൽ US ചെന്നെത്തുകയാണോ? ഇറാൻ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന രീതിയിലാണോ പോകുന്നത്? സാർ, ഇങ്ങനെ നമ്മൾ അനുദിനം ഇതെല്ലാം വീക്ഷിക്കുന്നവർ എന്ന രീതിയിൽ എന്താണ് സാർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ അത് വളരെ ഒരർത്ഥത്തിൽ ഒരു സങ്കീർണമായ ഒരവസ്ഥയിൽ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ US ഇറാനും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരട് തയ്യാറാക്കിയും വെച്ചു. രണ്ടു കൂട്ടരും അംഗീകരിച്ച ഒരു കരട്, ഒരു ഉപാധികളുടെ ഒരു കരട്, ധാരണയുടെ ഒരു കരട് തയ്യാറാക്കി. ഇത് എപ്പോ വേണമെങ്കിലും പ്രഖ്യാപിക്കാം എന്നുള്ളതായിരുന്നു 2 ദിവസത്തിന് മുമ്പ് നമ്മൾ കേട്ടിരുന്നത്. പെട്ടെന്നാണ് വീണ്ടും ഈ പറഞ്ഞതുപോലെ ട്രംപിന് അമേരിക്കയിൽ പിടിച്ചു നിൽക്കാൻ എന്തിനു വേണ്ടി അമേരിക്ക ഈ യുദ്ധത്തിന് പോയി. കാരണം ഈ യുദ്ധത്തിൽ വിജയം കൊണ്ടിരിക്കുന്നത് ഇറാനാണ്. ഈ യുദ്ധം കൊണ്ട് നേട്ടങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഇറാനാണ്. ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടായിരിക്കുന്നത് മുഴുവൻ അമേരിക്കൻ ജനതയ്ക്കും അമേരിക്കൻ ഖജനാവിനുമാണ്. അതോടൊപ്പം തന്നെ ഭാവി അമേരിക്കയ്ക്കുമാണ്. കാരണം അമേരിക്കയ്ക്ക് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഇല്ലാണ്ടായി. അത് നേരത്തെ തന്നെ ഇല്ലാണ്ടായിരുന്നു, അത് വീണ്ടും ഇതായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞത് അമേരിക്കയുടെ ഇൻസ്റ്റബിലിറ്റിയെ അവർ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് അസ്ഥിരതയെ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട അസ്ഥിരത എന്നാണ്. അത് വളരെ കറക്റ്റാണ്. കാര്യം 10 മിനിറ്റ് വെച്ചിട്ടാണ് ട്രംപ് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മെനഞ്ഞാന്ന് രാത്രിയിൽ പറയുകയുണ്ടായി, മെനഞ്ഞാന്ന് തലേദിവസം രാത്രി പറയുകയുണ്ടായി, ഇതാ ഏത് നിമിഷവും കരാർ അവിടെ യുദ്ധം അവസാനിക്കാൻ പോകും. അത് കേട്ട് ഇന്ത്യയിൽ ക്വാഡ് മീറ്റിങ്ങിന് ഉണ്ടായിരുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു, ശുഭവാർത്ത ഉടൻ വരും. പിറ്റേ നേരം വെളുക്കുന്നതിന് മുമ്പ് സംഗതി മാറി. ഇന്നലെ ഇപ്പോൾ ഉണ്ടായ സംഗതി എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാർ, അതായത് അനിശ്ചിതത്വ വെടിനിർത്തലാണ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ട് ഇന്നലെ ഇറാന്റെ നേർക്ക് അമേരിക്ക മിസൈൽ വർഷം നടത്തിയിട്ടുണ്ടായി. എന്നിട്ട് അമേരിക്ക നടത്തിയിരിക്കുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, ഹോർമൂസ് കടലിടുക്കില് ഇറാന്റെ കപ്പലുകൾ, ഇറാന്റെ ചെറിയ ബോട്ടുകളൊക്കെ ഈ മൈനിങ്ങിന് ശ്രമിച്ചു. അതുകൊണ്ട് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആത്മരക്ഷാർത്ഥം മാത്രം അവിടെ ഒരു വെടിവെപ്പ് നടത്തിയതാണെന്ന് പറയുന്നുണ്ടായി. നല്ല വെടിവെപ്പല്ല, മിസൈൽ അയച്ചാണെന്ന് പറയുന്നുണ്ടായി. പക്ഷേ അതിനോട് വളരെ ഒരു പക്വമായ രീതിയിലാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. അവരതിനെ ആ രീതിയിൽ എടുത്തിട്ട് ഈ പീസ് ടോക്കിന് അത് ബാധിക്കണ്ട എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഒരു മീഡിയേറ്റർ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പാകിസ്ഥാന്റെ മീഡിയേഷൻ എന്ന് പറയുന്നത്, പാകിസ്ഥാൻ വെറും അഞ്ചലോട്ടക്കാരനായിരുന്നു, അതായത് വെറും പോസ്റ്റ്മാനായിരുന്നു. അമേരിക്ക പറയുന്നത് തിരിച്ചൊന്ന് പറയുക, അല്ലാതെ പാകിസ്ഥാന് പ്രത്യേക സ്റ്റേച്ചർ ഒന്നും ഒരു മീഡിയേഷൻ നടത്താനുള്ള ഒരു യോഗ്യതയില്ല. മാത്രമല്ല ഇറാന് പോലും വലിയ മതിപ്പില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പം ആ നിലയ്ക്ക് ഇപ്പൊ മെയിനായിട്ട് ഈ മീഡിയേഷൻ നടത്തുന്നത് ഖട്ടാറാണ്. അപ്പോ ഖട്ടാറില് ഈ വളരെ സജീവമായിട്ട്, കാരണം ഈ നേരത്തെയും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷവും ഒക്കെ മുഖ്യമായ ഒരു മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഖട്ടാറാണ്. അപ്പൊ ഈ ഖട്ടാറ് 1200 കോടി റുപ്യ, 1200 കോടി ഡോളർ ഇറാന് വേണമെങ്കിൽ ഈ ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ ഖട്ടാർ കൊടുക്കാമെന്ന് സമ്മതിച്ചെങ്കിലും ഈ കരാർ സഫലമാക്കാനായിട്ട്. പക്ഷെ അതിനൊന്നും ഇറാൻ സഹകരിച്ചില്ല. ഇറാന്റെ കൃത്യമായ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറാന്റെ തുറമുഖങ്ങൾക്കെതിരെയുള്ള സാങ്ഷൻസ് പിൻവലിക്കുക, അതോടൊപ്പം തന്നെ ഫ്രോസൺ അസറ്റ്, മരവിപ്പിക്കപ്പെട്ട അവരുടെ ആസ്തികൾ വിട്ടു നൽകുക, അതേപോലെ വീണ്ടും ഭാവിയിൽ ആക്രമിക്കുക. ഇത് മെയിനായിട്ട് ഈ അതുപോലെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങൾക്ക് ലഭ്യമാണ്. ഈ 3 ആവശ്യങ്ങളാണ് മെയിനായിട്ട് ഇറാൻ ഉന്നയിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതേ സമയത്ത് എനിക്ക് തോന്നുന്നു 3 ആവശ്യങ്ങളെക്കാൾ ഉപരി 2 ആവശ്യങ്ങളാണ്. ഒന്ന്,
ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെയുള്ള ഈ ഉപരോധം അവസാനിപ്പിക്കുക, അതേപോലെ തന്നെ മരവിപ്പിച്ച ആസ്തികൾ റിലീസ് ചെയ്യുക. ഇത് രണ്ടും അമേരിക്കയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കരാറ് അല്ലെങ്കിൽ അത് സാധ്യമാണ്. ഈ ഹോർമോസ് കടലിടുക്ക് പോലും മറ്റു രാജ്യങ്ങളെയൊക്കെ കണക്കിലെടുത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ ഒരു പക്ഷേ ഇറാന് ഒരു അന്താരാഷ്ട്ര നിയമത്തോട് കൂറ് പുലർത്തിയെങ്കിൽ മാത്രമേ ഈ ഇറാന് എതിരെയുള്ള സാങ്ഷൻ പിൻവലിച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര സമൂഹത്തിലേക്ക് ഇഴുകിച്ചേരാനും ഇറാന് കഴിയുകയുള്ളൂ. അപ്പൊ അതുപോലും എനിക്ക് തോന്നുന്നു അത് മധ്യസ്ഥത്തിന് വിധേയമാക്കി വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ട്രംപിന് അമേരിക്കയിൽ ഒരു സംഗതി പറയാൻ വേണം. എന്താണ്? എന്തിനു വേണ്ടി ഇറാനിലേക്ക് യുദ്ധത്തിന് പോയി? കാര്യം ഉത്തരവില്ല. അപ്പോ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ന്യൂക്ലിയർ ആയുധം ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല, ഞങ്ങളുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക്, ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇറാൻ സമ്പുഷ്ടീകരണം ഞങ്ങൾ അതിലേർപ്പെട്ടിരുന്നത്. ഇറാൻ നിരായുധീകരണ കരാറിലും അത് ഉള്ളതാണ്, NPT-യിലും അത് ഉൾപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അപ്പോ അത് വേണമെങ്കിൽ 20 വർഷത്തേക്കോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്കോ ഞങ്ങൾ അതിന് നിരോധനം ഏർപ്പെടുത്താൻ തയ്യാറാണെന്നും ഇറാൻ സമ്മതിക്കുന്നു. അതല്ല ഇനി മൂന്നാം രാജ്യത്തേക്ക് 404.9 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട്, അത് വേണമെങ്കിൽ റഷ്യയിലേക്ക് വരെ മാറ്റാൻ അവർ തയ്യാറാണ്. അതിനപ്പുറത്തേക്ക് അവർ തയ്യാറാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും സീറോ ന്യൂക്ലിയർ കേപ്പബിലിറ്റി എന്ന ഒരു വാശിയിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുകയാണ് ട്രംപ്. അപ്പോ ഇത് എന്നിട്ട് ഈ കരാർ ഏതാണ്ട് പൂർത്തിയായ സമയത്ത് ട്രംപ് പറഞ്ഞു ഞങ്ങൾ കരാർ പൂർത്തിയാക്കി കഴിഞ്ഞു, ഇത് ഒബാമ കരാർ പോലെ അല്ല, ഈ കരാറിനകം വലിയ വായിൽ വാചകം പിടിക്കുകയും ചെയ്തതാണ് ട്രംപ്. അപ്പൊ എന്നിട്ടും വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് വരാൻ കാരണം ഈ പറഞ്ഞ ഒരുപക്ഷെ ഇസ്രയേലിന്റെ സമ്മർദ്ദമാണോ? ഇസ്രയേലിന്റെ ഒറ്റ നിലപാടേ ഉള്ളൂ. ഇസ്രയേലിന് ഒരൊറ്റ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം അതാണ് സാർ. അതെ, സീറോ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഓഫ് ഇറാന് ന്യൂക്ലിയർ ശേഷി ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ അറബ് രാജ്യങ്ങളുടെ നടുവിലാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും അവർ പേടിയിലാണ്. അതുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ ഒരു നിവൃത്തിയില്ലാത്ത നിഷ്ഠുരമായിട്ടുള്ള ഈ വംശഹത്യ പോലുള്ള ആക്രമണങ്ങളിൽ ഈ ഇസ്രയേലികൾ ഏർപ്പെടുന്നത്. അപ്പോ അതോടൊപ്പം തന്നെ ഇപ്പം ഈ കരാറിനകത്ത് ഇറാൻ ശഠിക്കുന്ന മറ്റൊരു കാര്യം ഇസ്രയേലിന്റെ ഭാഗത്തുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം നിർത്തണം കൂടിയാണ്. അതും വളരെ ശക്തമായിട്ട് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷെ അതിനും നെതന്യാഹു സമ്മതിക്കുന്നില്ല. അത് നെതന്യാഹു എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ അമേരിക്കയെ നയിക്കുന്നത് മുഴുവൻ ഏതാനും കൈവിരലിൽ ഒതുങ്ങുന്ന അല്ലെ കൈവിരലിൽ ഒതുങ്ങുന്ന ജൂതനാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയാണെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയമാണെങ്കിലും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ അമേരിക്കൻ ഈ ഏതാനും ജൂതരാണ്. അപ്പൊ അവരെ പിണക്കിക്കൊണ്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കാണെങ്കിലും നിലനിൽപ്പ് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇസ്രയേൽ വിഷയം എന്ന് പറയുന്നതും അമേരിക്കയുടെ ഒരു ആഭ്യന്തര വിഷയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ ഇതിനകത്ത് ട്രംപിനെ ഇത് അലട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഈ ഒരു ഇൻസ്റ്റബിലിറ്റി, ഒരു തീരുമാനമെടുക്കുന്നതിൽ ഒരു സ്ഥിരതയില്ലായ്മ, ഇതെല്ലാം ഈ ഒരു പ്രശ്നമാകുന്നുണ്ട്. രണ്ടായാലും ഒരു യുദ്ധം ഇനി വീണ്ടും ഇത് ഉണ്ടാകാൻ സാധ്യത വളരെ 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 കുറവാണ്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങൾ ഇനിയൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടാകുന്ന പോലെ ആയിരിക്കുന്നില്ല. അത് ഗൾഫ് രാജ്യങ്ങൾക്കും വളരെ വ്യക്തമാണ്, അമേരിക്കയ്ക്കും അറിയാവുന്ന സംഗതിയാണ്. ഇനിയൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് പിന്നെ തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ളൊരവസ്ഥ വരും. കാര്യം ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത്രയ്ക്കായിരിക്കും ഇനി ഇറാനിൽ കാര്യമായിട്ട് സംഗതികളൊന്നുമില്ല. $1 14 ദശലക്ഷം രൂപയാണ് $1 വില എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന തകർന്നടിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവിടെയുള്ള ബാക്കിയുള്ള സംഗതികളോട് ഇല്ലായ്മ ചെയ്താൽ പിന്നെ അവർക്ക് നിലനിൽപ്പ് തന്നെ ഇല്ലണ്ടാവും. ആ നിലനിൽപ്പ് ഭീഷണിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഇറാൻ എന്തും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ഏറ്റവും കൂടുതൽ ആദ്യം ബാധിക്കാൻ പോകുന്ന അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളെ ആയിരിക്കും. അതായത് ഖത്താർ, സൗദി അറേബ്യ, കുവൈറ്റ്, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെയായിരിക്കും അത് ബാധിക്കുന്നത്. അത് കാരണം ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം അതിശക്തമായിട്ട് ട്രംപിന്റെ മേലുണ്ട്. അതോടൊപ്പം ആഗോള സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇപ്പൊ നമ്മളതൊക്കെ നേരിടുകയല്ലേ. ഇവിടെ നമ്മൾ ഇന്നിപ്പം
ആ, ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയി പെട്രോൾ അടിച്ച 118 രൂപയാണ് പെട്രോളിന്റെ വില കൊച്ചിയിൽ. അതെ ഏഹ് അതെ അപ്പോ അതെ ഈ രീതിയിൽ പരിഹാരം ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ഈ അറിയുന്ന യുദ്ധത്തിന്റെ ഇമ്പാക്ട്സ് ആണ്. അപ്പൊ ഈ തീർച്ചയായിട്ടും. ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാരണം പിന്നെ അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, പിന്നെ വിലക്കയറ്റമാണെങ്കിലും അതേപോലെ എണ്ണയുടെ വിലയുടെ ക്രമാതീതമായ വർധനയാണെങ്കിലും ഒക്കെ എല്ലാവരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും സ്ഥിതി സങ്കീർണമാണെങ്കിലും ഒറ്റപ്പെട്ട ഇതുപോലുള്ള മിസൈലുകളെ അയക്കൽ ഉണ്ടെങ്കിലും ട്രംപിന്റെ വിരട്ടലുകൾ ഉണ്ടെങ്കിലും എന്തായാലും ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പിക്കാവുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇത് എന്ന് ഈ കരാർ നിലവിൽ വരും എന്നുള്ളതാണ് നമുക്കിനി കണ്ടിരിക്കേണ്ടത്. അത് അത് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. സാർ, ഒരു സംശയം ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് കഴിഞ്ഞ ദിവസം US സെക്രട്ടറി ഇവിടെ വന്നിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം വന്ന് സംസാരിച്ച സമയത്ത് വൈറ്റ് ഹൗസിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്കൊരു ക്ഷണമുണ്ട്, അദ്ദേഹത്തിന് അങ്ങോട്ട് ചെല്ലാനായി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷണം ഇപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് മോദി കൂടെ ഉൾപ്പെട്ട്, അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കൂടെ ഉൾപ്പെട്ട് ഒരു ചർച്ചയിൽ എത്തി ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഒന്നാമത്തെ കാര്യം, മോദി ട്രംപുമായിട്ടൊരു ചർച്ചയിൽ ഏർപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം ഈ സുഹൃത്താണ് എന്നൊക്കെ പറയുകയും മോഡി വളരെ ആത്മാർത്ഥമായിട്ട് സൗഹൃദം ട്രംപിനോട് പുലർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രംപ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എടുത്ത നിലപാട്, അതെ, അത് ഇരു നേതാക്കളും തമ്മിലുള്ള പിന്നെ പരസ്പര വിശ്വാസത്തെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെയും അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. കാര്യം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തെയും ട്രസ്റ്റ് ഫാക്ടർ എന്നുള്ള സംഗതി ഇല്ലാതാക്കുന്നതിൽ വളരെ ഗണ്യമായ പങ്ക് ട്രംപ് വഹിച്ചിട്ടുണ്ട്. ട്രംപ് പലതവണ പലകുറി പല സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടാണ് ഇന്ത്യയെ താരിഫ് കാർഡ് കാണിച്ച് വരട്ടിയിട്ടാണ് ഞാൻ ഇന്ത്യയെ കൊണ്ടും പാകിസ്ഥാനെ കൊണ്ടും യുദ്ധം ഒഴിവാക്കിപ്പിച്ചത് ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ അവിടെയും മോദി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചില നടപടികൾ ഉണ്ടായതല്ലാതെ അതിന് പ്രതികരിക്കാൻ നിന്നില്ല. അതോടൊപ്പം തന്നെ കാനഡയിൽ പോയിട്ട്, കാനഡയിലെ G8 രാജ്യങ്ങളുടെ മീറ്റിംഗിന് പ്രത്യേക ക്ഷണിതാവായിട്ട് കാനഡയിൽ പോയിട്ട് തിരിച്ചു വന്ന വഴി മോഡിയെ ട്രംപ് ഒരു സൗഹൃദം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് ക്ഷണിച്ചു. അവിടുന്ന് അങ്ങോട്ട് കയറിയാൽ മതിയല്ലോ, കാനഡയിൽ നിന്ന് അങ്ങോട്ട് കയറിയാൽ മതിയല്ലോ അമേരിക്കയിലേക്ക്. പക്ഷെ ആ ക്ഷണം അന്ന് മോദി സ്വീകരിച്ചിരുന്നില്ല. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ട്രംപിനുമായിട്ട് ഒരു രാജ്യത്തിനും യഥാർത്ഥത്തിൽ ഒരു മധ്യസ്ഥത്തിന് ബുദ്ധിമുട്ടാണ്. കാരണം ട്രംപ് എപ്പോഴാണ് നിലപാടുകൾ മാറ്റുമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇറാൻ പറഞ്ഞതുപോലെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അസ്ഥിരതയാണ് അമേരിക്കയുടെ, ട്രംപിന്റെ കീഴിലുള്ള അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഖട്ടാർ പോലും എന്തുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന തീവ്ര ശ്രമങ്ങളിൽ നിന്ന് ഈ മധ്യശ്രമങ്ങളിൽ നിന്ന് പിൻവാങ്ങിയത്? ഇപ്പൊ വീണ്ടും ഖത്താർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ ഈ ഒരു ഇൻസ്റ്റബിലിറ്റി അഥവാ അസ്ഥിരതയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് അവർ പറയുന്ന വാക്കുകൾ ഓരോന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് വിശ്വാസം എടുക്കും. അവർ പറയുന്നത് അതേപോലെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആക്രമണം ഈ രീതിയിലായിരിക്കും, തുടക്കം മുതൽ അവർ പറയുന്നു. ആ രീതിയിൽ തന്നെയാണ് അവരുടെ ആക്രമണം പോയത്. ഇനിയും അവർ പറയുന്നു ഇനി യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധമായിരിക്കില്ല. അതും ഒരു പക്ഷേ അവർ പറയുന്നത് വളരെ കൃത്യമായിട്ടായിരിക്കും. കാര്യം അവരവരുടെ വിശ്വാസ്യതയ്ക്ക് വളരെയധികം വില കൊടുക്കുന്ന ആൾക്കാരാണ് ഇറാൻ ജനത. അതേപോലെ ഫൈറ്റ് ചെയ്യുക, കീഴടങ്ങുന്ന പ്രശ്നമില്ല എന്ന സംഗതി, എന്ന ഒരു വൈകാരികത ജീനുകളിലുള്ള ഒരു സമൂഹമാണ് ഇറാൻ ജനത എന്ന് പറയുന്നത്. അവരെന്തിനേയും നേരിടുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് തയ്യാറെടുത്ത യുദ്ധമാണ് അവരിപ്പോ നടത്തിക്കൊണ്ടിരുന്നത്, ഈ അടുത്ത കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ, രണ്ട് ഓപ്പോസിറ്റ് അവസ്ഥകൾ തമ്മിലാണ് ഈ കരാറിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് മധ്യസ്ഥയിൽ ഏർപ്പെടുന്നവർ ഇപ്പം രണ്ടായാലും ഖത്തർ ഇടപെട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പൊ ഖത്തർ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ട് പോലും ഇറാനെ സഹായിക്കാൻ ഒരു ഒരു ഉപാധി എന്ന നിലയിൽ പോലും മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഏത് രീതിയിലും ഇത് ഒരു യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നന്ദി, താങ്ക് യു സാർ.